നമസ്കാരം. ചാനലേക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനിയിലും ഹെഡിങ്ങും എല്ലാം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന്. ഒന്നുമില്ല, കട്ട് കോപ്പി പേസ്റ്റ്. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും കട്ടും കോപ്പിയും പേസ്റ്റ് ചെയ്യാൻ ഇതിന് മാത്രം എന്താ പറയാനുള്ളത്. അങ്ങനെയല്ല, നമ്മൾ മാക്ബുക്കിലാണ് ഇന്ന് പറയാൻ പോകുന്നത്. മാക്ബുക്കിലും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പക്ഷേ നമ്മൾ ഒരു ചെറിയ കാര്യങ്ങൾ, ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതും ഈസിയാണ്. മറ്റേതിലുള്ളതുപോലെ തന്നെ നമുക്ക് നോർമലി വിൻഡോസിൻ്റെ കമ്പ്യൂട്ടേഴ്സിലുള്ളതുപോലെ തന്നെ കട്ടും കോപ്പിയും പേസ്റ്റും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഫോൾഡർ ഉണ്ട്, ചാനലേക്ക്. വെറുതെ ഉണ്ടാക്കി വെച്ചൊരു ഫോൾഡറാണ്. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ ഫോൾഡറിലേക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇമേജ് ഞാൻ കോപ്പി ചെയ്യാൻ പോകുന്നു. കോപ്പി ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ചെയ്യുന്നത് പോലെ ഇതിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണും കോപ്പി തമ്പുര ഇമേജ്. സെയിം തിങ് ഇവിടെ പ്രസ് ചെയ്ത് പേസ്റ്റ് ഐറ്റം. ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആയിപ്പോയി. കോപ്പി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ മെത്തേഡ്. ഇതേ സാധനം തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണേ, ട്രാഷിലേക്ക്. ഇതേ സാധനം തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കീസ് എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. സെലക്ട് ചെയ്യുക, കമാൻഡ് സി, ദെൻ ഇവിടെ കൊണ്ടുവരിക, കമാൻഡ് വി. കോപ്പി ആയി. എളുപ്പം. നമ്മൾ മറ്റേ ഉള്ള ലാപ്ടോപ്സിലോ എല്ലാത്തിലും ചെയ്യുന്നത് പോലെ അതിൽ കൺട്രോൾ സിയും കൺട്രോൾ വിയും ആണ്. മാക്കിലേക്ക് എത്തുമ്പോൾ അത് കമാൻഡ് സിയും കമാൻഡ് വിയും ആയി മാറുന്നു. അത്രേ ഉള്ളൂ, വേറെ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്യുക, കട്ട് പേസ്റ്റ് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ഡിഫിക്കൽട്ടി ഒന്നുമില്ല. നമ്മൾ മറ്റ് വിൻഡോസിൽ ചെയ്യുമ്പോൾ കൺട്രോൾ എക്സ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് പോലെ ഇതിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇതേ സെയിം ചാനലിലേക്ക് എന്നുള്ള ഫോൾഡർ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോൾഡറിലേക്ക് നമ്മൾ ഇതേ തമ്പുര എന്നുള്ള ഇമേജ് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ ഞാൻ പറയാം. നമുക്ക് ഡയറക്റ്റ്ലി ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ ഇത് അവിടെ നിന്ന് മൂവ് ചെയ്തു. ഈ ഡ്രാഗ് ചെയ്തിട്ട് ചാനലിലേക്ക് എന്നുള്ള ഫോൾഡറിലേക്ക് ഇത് മൂവായി ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇല്ല, കട്ടായി പേസ്റ്റായി. ഞാനതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു മെത്തേഡ് മാത്രം. റീപ്ലേസ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അൺഡു ചെയ്തതാണ്. അൺഡു എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ കമ്പ്യൂട്ടേഴ്സിൽ ചെയ്യുന്ന പോലെ കൺട്രോൾ സെഡിന് പകരം ഇവിടെ കമാൻഡ് സെഡ്. നമ്മൾ വിൻഡോസിലൊക്കെ കൺട്രോൾ സെഡ് ആണല്ലോ അൺഡു ചെയ്യാൻ കൊടുക്കുക. ഇതൊരു കമാൻഡ് എന്നുള്ള ഓപ്ഷനാണ് അൺഡു ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, കമാൻഡ് സെഡ്. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് തമ്പുര എന്ന് പറയുന്ന ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മൾ സെയിം തിങ് നമ്മൾ എന്താണോ കോപ്പി ചെയ്യാൻ ചെയ്തത് അതേ ഇമേജ്, ഇപ്പോൾ കോപ്പി തമ്പുര ഇമേജ് കണ്ടു, സെയിം തിങ് ഇതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണോ കട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കമാൻഡ് ഓപ്ഷൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഓപ്ഷൻ എന്നുള്ള ഒരു ബട്ടണും കൂടെ കാണാൻ പറ്റും. ആ ഓപ്ഷൻ എന്നുള്ള ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൂവ് ഐറ്റം ഹിയർ പ്രസ് ചെയ്യുക. മൂവ് ഐറ്റം ഹിയർ കണ്ടോ. ഇത് ഇപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള തമ്പുരാൻ്റെ ഇമേജ് ഇവിടെ നമ്മുടെ ഈ ഫോൾഡറിലേക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കട്ടായി, ഇവിടെ പേസ്റ്റായി. അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ കാണിക്കാം. അൺഡു ചെയ്തു. ഈ ഇമേജ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി തമ്പുര ഇമേജ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ നമുക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ പ്ലേസിൽ, അതായത് ചാനലിലേക്ക് എന്നുള്ള ഫോൾഡറാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഓപ്ഷൻ കീ ലോങ് പ്രസ് ചെയ്ത് വെക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൂവ് ഐറ്റം ഹിയർ, ദെൻ ഇറ്റ് ഈസ് പേസ്റ്റഡ്. ഇത്രയേ ഉള്ളൂ. ചെറിയ മെത്തേഡാണ്, പക്ഷേ ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റതിലുള്ളതുപോലെ പെട്ടെന്ന് അങ്ങ് കയറ്റി ഇതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ എന്താ പറയുക, കൺട്രോൾ എക്സ് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന പോലെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ചെറിയ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചെറിയൊരു കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്, എങ്കിലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.